ഹലോ! എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നിതെങ്ങോട്ടാ ഈ രാവിലെ ഒരുങ്ങിക്കെട്ടി പോകുന്നതെന്നല്ലേ? ഹസ്ബൻഡിന് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് വരെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു. ഏതായാലും ഞാൻ വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുകയല്ലേ, എന്നാൽ പിന്നെ വെറുതെ ഇരുന്ന് ബോറടിക്കേണ്ട. ഏതായാലും അവർ കാറിനാണ് പോണേ, സ്ഥലമുണ്ട്, ആ കൂടെ അങ്ങ് പോയേക്കാമെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഞാനും വിച്ചും ജാക്സൺ ചേട്ടനും രേഷ്മയും കൂടെ ചെസ്റ്ററിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് ഈ കാണുന്നതാണ് മേഴ്സി ഗേറ്റ് വേ ബ്രിഡ്ജ്. ഇത് ആക്ച്വലി ഒരു ടോൾ ബ്രിഡ്ജാണ് കേട്ടോ. ഇവിടെ നമുക്ക് സാധാരണ ടോളുകളിലൊക്കെ കാണുന്ന പോലത്തെ സെറ്റപ്പ് അല്ല കേട്ടോ. ഇത് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെയാണ് ഓൺലൈനിൽ പേ ചെയ്യേണ്ടത്. നമുക്ക് വണ്ടി നമ്പർ അവിടെ രജിസ്റ്റർ ആവും, അത് വെച്ചിട്ട് നമുക്ക് പേ ചെയ്യാം. അങ്ങനെ പേ ചെയ്തില്ലെങ്കിൽ വീട്ടിലേക്ക് നമുക്ക് പെനാൽറ്റി എത്തുന്നതായിരിക്കും. 1.4 മൈൽസ് ദൂരമുള്ള ഈ പാലം ഓപ്പൺ ആവുന്നത് 2017 ഒക്ടോബറിലാണ്. അതിനു മുമ്പ് ഇതിൻ്റെ 1.5 മൈൽ അപ്പുറത്തായിട്ട് സിൽവർ ജൂബിലി ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജുണ്ട്. അതാണ് നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് ഈ ബ്രിഡ്ജ് വന്നത്. മറ്റേ ബ്രിഡ്ജ് ഇപ്പോഴും നിലവിലുണ്ട് കേട്ടോ. ഇതൊക്കെ കിടന്ന് അപ്പുറത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനത്തെ വഴികളാണ്. ഈ വഴി കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി ഇരുന്ന് പറയുമായിരുന്നു, ഇതിപ്പോൾ UK പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതുപോലത്തെ വഴികളല്ലേ ഇതിപ്പോൾ. ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെപ്പോഴാണ് നാട്ടിൽ വന്നതെന്ന് എല്ലാവരും ചോദിക്കുമെന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഹസ്ബൻഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് വെച്ച സമയം ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോവാം. അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ നിയർ ബൈ പ്ലേസസ് കാണാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ സ്ഥലം ഉണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് ഒരു റോ ഹെഡ് ഫാം എന്ന് പറയുന്ന ഫാമും വ്യൂ പോയിൻറ്റും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സ്ഥലം കാണുന്നത്. എന്നാൽ പിന്നെ അങ്ങോട്ട് പോയേക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് കുറച്ച് ദൂരേ ഉണ്ടായിരുന്നുള്ളൂ, 8 മിനിറ്റ്സ് ട്രാവൽ എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നെ പോയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാപ്പ് നോക്കി ഞങ്ങൾ അങ്ങോട്ടേക്ക് നേരെ വിട്ടു. ഒരു കാട്ടുമുക്ക് സ്ഥലമായതുകൊണ്ടാണെന്ന് തോന്നുന്നു പോകുന്ന വഴി കറക്റ്റ് ആണോ എന്ന് ഡൗട്ടായിരുന്നു. അങ്ങനെ ഏതായാലും ഒരറ്റത്തെത്തിയപ്പോൾ കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടേക്കുന്നുണ്ടോ. അപ്പോൾ മനസ്സിലായി എന്തെങ്കിലും ഒരു നല്ല ഏരിയ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ സൈഡിൽ ഒതുക്കിയിട്ട് ഇറങ്ങി അവിടെയുള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ 4 പേരും കൂടി വെച്ചങ്ങ് പിടിച്ചു. അങ്ങനെ കുറച്ച് നടന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതുപോലത്തെ കുറേ കാട്ടുവഴികളൊക്കെ കാണുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇല്ല. പക്ഷേ ഈ വഴി ഞങ്ങളെ ഗൂഗിൾ അമ്മച്ചി ശരിക്ക് പറ്റിച്ചു. ഞങ്ങൾ ഒരു വഴി ചെല്ലുമ്പോൾ അത് ആ വഴിയല്ല ഇപ്പുറത്തെ വഴിയാണെന്ന് കാണിക്കും, ആ വഴി കൂടി പോകുമ്പോൾ അതല്ല ഇപ്പുറത്തെ വഴി കൂടിയാണെന്ന് കാണിക്കും. പിന്നെ ഞങ്ങൾ ആ കാട്ടുവഴി അങ്ങ് ഉപേക്ഷിച്ചു. ഏതേലും വല്ല വന്യജീവികളുടെ മുന്നിൽ ചെന്ന് പെടണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ട് നല്ല മെനയുള്ള ഒരു വഴി കൂടെ പോയി. പക്ഷേ അതിനേക്കാൾ വലിയ അബദ്ധമായി. കാരണം ഈ വഴി അങ്ങേയറ്റം വരെ ചെന്നിട്ടും അവിടെ ഒന്നും കാണാനില്ലായിരുന്നു. വെറുതെ അത്രയും വെയിലും കൊണ്ട് നടന്നത് മിച്ചം. മടുത്ത് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പിന്നെ തിരിച്ചിറങ്ങി. പിന്നെ ഒരു റിലാക്സേഷനായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്ന് അങ്ങോട്ട് എടുത്തു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് കുറച്ച് വിവരമുള്ള ആൾക്കാർ ആ വഴി കൂടെ വന്നത്. അവരോട് ഞങ്ങൾ ചോദിച്ചു ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ആദ്യം കയറിപ്പോയ ആ കാട്ടുവഴിയില്ലേ, ആ വഴി കൂടെ കുറേ നടന്നു പോയിരുന്നെങ്കിൽ അവിടെ നല്ല ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു, നല്ലൊരു ട്രക്കിങ്ങിന് പറ്റിയൊരു സ്ഥലമായിരുന്നു അതൊന്ന്. പക്ഷേ ഇനിയിപ്പോൾ അത് പോയാൽ ഞങ്ങൾക്ക് പറ്റത്തില്ല. കാരണം രേഷ്മ ഇട്ടിരുന്നത് ഒരു നോർമൽ ഷൂ ആയിരുന്നു. അതിട്ടുകൊണ്ട് അത്രയും ദൂരം പോകുക എന്നുള്ളത് നല്ല പാടാണ്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല കംഫർട്ടബിളായിട്ടുള്ള ഷൂവും നമുക്ക് പറ്റുന്ന കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് വേണം പോകാനായിട്ട്. കാരണം ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസിലൊക്കെ വേണം പോകാൻ. പിന്നെ മര്യാദയ്ക്ക് സ്ഥലമൊക്കെ നോക്കിയിട്ട് പോകണം. ഇതിപ്പോൾ ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയതുകൊണ്ടാണ്, ഞങ്ങൾക്കൊന്നും നോക്കാനുണ്ടായിരുന്നില്ല, ഞങ്ങളൊന്നും നോക്കിയില്ല, ജസ്റ്റ് ഒരു സ്ഥലം കണ്ടു അങ്ങോട്ടേക്ക് പോയി, അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള വഴിക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറച്ച് വുഡി ആയിട്ടുള്ള ഹില്ലി ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൂടെ പോകാം, അവിടെ കൂടെ നടക്കാനൊക്കെ നല്ല രസമാണ്, അങ്ങേറ്റത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരറ്റത്തെത്തിയപ്പോഴത്തേക്കാണ് ഈ സ്ഥലം കാണുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ, നല്ല പരന്ന് കിടക്കുന്നു, നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് കാണുന്ന പോലെ തന്നെ. അതേപോലെ തന്നെ അവർ പറഞ്ഞ വഴിയും അങ്ങനെ കുറച്ച് തണലും ഇതുമൊക്കെ ആയിട്ടുള്ള, നമുക്കിത് നാട്ടിൽ സാധാരണ സ്ഥലങ്ങളൊക്കെ പോലെ തന്നെ, അവരെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ സംഭവമായിരിക്കും. പക്ഷേ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ആ വെയിലിൽ നിന്നൊക്കെ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ നടന്ന് വിശപ്പിൻ്റെ വിളി എത്തിയപ്പോഴാണ് സമയം സത്യം പറഞ്ഞാൽ നോക്കുന്നത്. അപ്പോഴാണ് സമയം 2 മണി കഴിഞ്ഞു. എന്നാൽ പിന്നെ തിരിച്ചു പോയേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു നടന്നു. അങ്ങനെ തിരിച്ചു നടന്നപ്പോഴാണ് ഈ കുതിര. ഇത് അങ്ങോട്ട് പോയപ്പോഴും ഞങ്ങൾ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞ് ഇതിനെ വലിയ മൈൻഡ് ചെയ്തില്ല, കാരണം എല്ലാ വീടുകളിലും ഇതുപോലെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോഴാണ് അവിടെ ഒരു സായിപ്പും മദാമയും കൂടെ ഇതിനെ ഇങ്ങനെ തലോടിക്കൊണ്ടൊക്കെ നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ അതിനെ അങ്ങ് ഏറ്റെടുത്തു. പിന്നെ അവിടെ നിന്ന് തലോടലായി, കുറേ ഈച്ച ഉണ്ടായിരുന്നതിനൊക്കെ ആട്ടിവിടലായി, പാവത്തിൻ്റെ കൂടെ നിന്ന് കുറേ നേരം അങ്ങനെ അങ്ങോട്ട് നിന്നു.
ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നടന്ന് പോരുമ്പോഴുണ്ടല്ലോ, ഈ കുതിരയും ഞങ്ങളുടെ കൂടെ തന്നെ ഇങ്ങനെ നടന്നു വരുമായിരുന്നു. ഇതിൻ്റെ ആ ഒരു വേലിയുണ്ടല്ലോ, ആ വേലിയുടെ അറ്റം വരെ ഈ കുതിര ഞങ്ങളുടെ കൂടെ തന്നെ വന്നു കേട്ടോ. ഞങ്ങൾ ഓർത്ത് മിക്കവാറും ഞങ്ങളുടെ കൂടെ വീട്ടിൽ പോരും. അതുപോലെ ഇതിങ്ങനെ നമ്മൾ ആയിട്ട് പെട്ടെന്ന് അങ്ങ് ഇണങ്ങി. അപ്പം നമ്മുടെ കൂടെ തന്നെ ഇതിങ്ങനെ നടന്ന് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ കൂടെ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് വിശപ്പിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി ഞങ്ങൾ. പിന്നെ ഉടനെ ഗൂഗിൾ അമ്മച്ചിയോട് ചോദിച്ചത് വേറെസ്റ്റ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അതാണ്. അങ്ങനെ നോക്കിയപ്പോഴാണ് കോക്കനട്ട് ഗ്രൂവ് എന്ന് പറയുന്ന ചെസ്റ്ററിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ആ റെസ്റ്റോറൻറ്റ് എന്നും യൂണിവേഴ്സിറ്റി പോകുമ്പോൾ കാണുന്നതാണ് കേട്ടോ. അതിൻ്റെ വാതിൽക്കൽ കൂടെ പോകുമ്പോഴത്തേക്ക് നല്ല സ്മെല്ല് എന്നും വരാറുണ്ട്. അപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട് ഈ കടയിലൊന്ന് കയറണമെന്ന്. അങ്ങനെ അവിടെ എത്തി നോക്കിയപ്പോഴാണ് കാണുന്നത് ലോട്ടറി അടിച്ച പോലെ അവിടെ സൺഡേ ബുഫേ ഉണ്ട്. വിശപ്പിൻ്റെ നെല്ലിപ്പല കയറ്റി നിന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വയറൊരുമാതിരി ഒന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. പിന്നെ ഞാൻ വീണ്ടും പോയിട്ട് ഒന്നും കൂടി അതിൻ്റെ വീഡിയോസൊക്കെ ഒന്നുകൂടി എടുത്തതാണ് കേട്ടോ. ഇവിടെ നമുക്ക് ആക്ച്വലി എന്തൊക്കെയാണ്, നമുക്ക് പ്ലെയിൻ റൈസ്, പുലാവ്, കോഴിക്കറി, നാടൻ ഫിഷ് കറി, ലാമ്പ് കറി, സമോസ, എന്താണ് ലാമ്പ് കട്ട്ലറ്റ്, രസവട, പിന്നെ കുറേ സാലഡ് ഐറ്റംസ്, പപ്പടം, അച്ചാർ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. വയറ് നിറച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഒരുമാതിരി പെരുമ്പാൻ വരെ വിഴുങ്ങിയ പോലെയായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് 13.95 ആണ് ഒരു ബുഫയുടെ, സൗത്ത് ഇന്ത്യൻ ബുഫയുടെ റേറ്റ് ഇവിടെ വരുന്നത്. സൺഡേ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇതാണ് കട. ഇപ്പോഴാണ് കഴിച്ചൊക്കെ കഴിഞ്ഞ് ബോധം വന്നപ്പോഴാണ് അതിൻ്റെ വീഡിയോ എടുക്കാൻ തോന്നുന്നത്. വിശപ്പൊക്കെ ഒന്ന് മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത സ്ഥലത്തേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അത് വേറെ എങ്ങോട്ടുമല്ല, ചെസ്റ്റർ കത്തീഡ്രലിലേക്കാണ്. ഇതിൻ്റെ വാതിക്കലുള്ള ബിൽഡിങ്ങിൽ വെച്ചിട്ടായിരുന്നു എനിക്ക് ചില ദിവസങ്ങളിലൊക്കെ ക്ലാസ് ഉള്ളത്. ഞാനൊരു 3-4 പ്രാവശ്യമെങ്കിലും ഇവിടെ പോയിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഇതുവരെ ഇതിൻ്റെ അകത്ത് കയറിയിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ അവിടെ പോയി നോക്കാം. അവിടെ എത്തി കണ്ടപ്പോഴാണ് എൻ്റെ പൊന്നു ദൈവമേ, നല്ല വിജിലംബിച്ച് കിടക്കുകയാണ് കേട്ടോ. കുറേ സൈഡിൽ നിന്നുണ്ട്. അത് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഇത്രേ ഉള്ളൂ, സൈഡ് വൈസ് പുറകോട്ടിങ്ങനെ നീണ്ട് കിടക്കുവാണ്. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ അകത്തേക്ക് കയറുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. കാരണം ഈ കല്ലൊക്കെ വെച്ച് ഇതുണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ടല്ലോ, ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു നല്ല എന്താ പറയുന്ന ഒരു തണുപ്പും ഒരു കാമിങ് ഫീലാണ്. ഈ കത്തീഡ്രലിൻ്റെ പണി തുടങ്ങുന്നത് ഏകദേശം 10-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിൻ്റെയും ഇടയ്ക്കാണെന്നാണ് കേട്ടോ കണക്കാക്കപ്പെടുന്നത്. അതായത് ഏകദേശം 1000 വർഷത്തോളം പഴക്കമുണ്ട്. അതിനുശേഷം അത് പണി തുടങ്ങിയതിന് ശേഷം പല രീതിയിലുള്ള റിനോവേഷൻസ് ഇവിടെ നടത്തിയിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ പണിയൊക്കെ തുടങ്ങിയിരിക്കുന്നത് അത്രയും വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറയുമ്പോൾ ഒരു ആർക്കിയോളജിക്കൽ ട്രഷർ തന്നെയാണ് ഈ കത്തീഡ്രൽ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ പലതരത്തിലുള്ള ഇവൻറ്റ്സ് ഒക്കെ നടക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തുകൂടി അങ്ങ് നടന്ന് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ എൻട്രി ഫീ ഒന്നുമില്ല, ഫ്രീ ആണ് കയറാനായിട്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൊണേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് തന്നെ കുറേ ഇല്ല, ഒരു 1-2 സ്റ്റോളുകളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ട ഈ ബുക്കുകൾ, ചെയിനും പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ, കുറേ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സ്റ്റോളുണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് എക്സ്പെൻസീവാണ് കേട്ടോ സാധനങ്ങളൊക്കെ. എന്നാലും ഞങ്ങൾ വെറുതെയൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് വന്നു. നമ്മളുടെ ഒരു ശീലമാണല്ലോ, വെറുതെ കയറാൻ പറ്റുമെങ്കിൽ ചുമ്മാ കയറി കണ്ടിട്ട് വരും. ഒന്നും വാങ്ങിയില്ലെങ്കിലും ചുമ്മാ ഒന്ന് കയറി കണ്ടാൽ ഒരു മനസ്സുഖം, അത്രേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഞങ്ങൾ കത്തീഡ്രലിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെയും നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ അകത്തൂടിയൊക്കെ കയറി നടന്ന് എല്ലാം കണ്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ദേ ഇവിടെ ഈ കാണുന്ന ഫ്ലാഗ് വെച്ച ആ ബിൽഡിങ്ങില്ലേ,
അവിടെ ആയിരുന്നു എനിക്ക് ഇടയ്ക്കത്തെ ദിവസങ്ങളിലൊക്കെ ക്ലാസ് ഉള്ളത്. ഇത്രയും അടുത്ത് കിടന്നിട്ട് ഞാൻ ഇവിടെ കയറിയിട്ടില്ല കേട്ടോ. അതല്ലേലും അങ്ങനെയല്ലേ പറയണേ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊക്കെ. നമ്മളടുത്ത് കിടന്ന് കഴിഞ്ഞാൽ പോവില്ല. ഇതിപ്പോൾ ഇങ്ങനെ പോയത് കൊണ്ടാണ് ഇവിടെ ഇത്രയും നല്ലൊരു സ്ഥലമാണ് അങ്ങനെ ആണ് എന്ന് വിചാരിച്ചൊന്ന് കയറാൻ തോന്നുന്നത്. അങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ചേട്ടൻ ഞങ്ങൾക്കൊരു നോട്ടീസ്, അതായത് യേശുക്രിസ്തുവിന് എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ളൊരു നോട്ടീസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നു. ഇതാണ് ഇവിടുന്ന് ഫ്രണ്ട് എന്നുള്ള വ്യൂ, നിങ്ങൾ ഓൾറെഡി ഒന്ന് കണ്ടതാണ്. പിന്നെ കത്തീഡ്രലിൻ്റെ നേരെ തൊട്ട് പുറകിലായിട്ടുള്ളതാണ് ദ ഈസ്റ്റ് ഗേറ്റ് ക്ലോക്ക്. റോമൻ കാലത്താണ് കേട്ടോ ഈ ക്ലോക്കല്ല, ഈ ഗേറ്റ് പണി കഴിപ്പിക്കുന്നത്. അതിനുശേഷം ജോർജിയൻ കാലത്ത് ഇത് വീണ്ടും ഒന്നുകൂടെ റീബിൽഡ് ചെയ്യുകയും 1899 ക്വീൻ വിക്ടോറിയയുടെ ഡയമണ്ട് ജൂബിലി സമയത്ത് ഈ ക്ലോക്ക് അതിലേക്ക് അഡീഷനായിട്ട് ചേർക്കുകയും ചെയ്തു. പിന്നെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. സെക്കൻഡ് മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് ക്ലോക്ക് ഇൻ ദ UK ആണ് ഈ കാണുന്ന ക്ലോക്ക്. ഇത്രയൊക്കെ ആയപ്പോഴത്തേക്ക് സമയം ഏകദേശം 5-6 മണിയൊക്കെ ആയി. സൺഡേ ആയതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ പ്ലേസസും അന്നേരം തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇനി വേറൊരിടത്തോട്ടും പോക്ക് നടക്കുകയില്ല. ഇതാണ് നമ്മൾ ഒരു പ്ലാനും ഇല്ലാതെ പോയാലത്തെ പ്രശ്നം. അപ്പോൾ നിങ്ങളിനി പോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്ലാനൊക്കെ ആയിട്ട് പോവുക. കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ട്. ജസ്റ്റ് ആ സ്ഥലത്തെ പറ്റിയൊക്കെ ഒന്ന് പഠിക്കുക, എന്നിട്ട് പോവുക. അപ്പോൾ ഞങ്ങൾ ഏതായാലും സ്ഥലങ്ങളോടൊക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടങ്ങിയിട്ടേ ഉള്ളൂ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ശരി, താങ്ക് യു, ബൈ.